എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വേക്കൻറ്റ് സീറ്റ് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഉടൻ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വേക്കൻസി 23-ാം തീയതിയോടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ 23-ാം തീയതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സപ്ലിമെൻ്ററി പോലെയല്ല. സെക്കൻഡ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. എന്നാൽ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ സ്കൂളിലേക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് 23-ാം തീയതിയോടെ വരുന്നതാണ്. അതുപോലെ ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷയിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ വെക്കാവുന്നതും ആണ്. കാരണം ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ അവിടെ പിന്നീട് വരുന്ന വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അതിനായിട്ട് വിദ്യാർത്ഥികൾ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേക്കൻസി ഉള്ള സ്കൂളുകളും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളും ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് നോക്കിയിട്ട്, അതായത് ഓരോ സ്കൂളും ഓരോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സ്കൂളിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ. അപ്പോൾ അതിനുശേഷം പിന്നീടും അവിടെ വേക്കൻസി വരികയാണെങ്കിൽ, അതായത് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററിൽ അലോട്ട്മെൻറ്റ് കിട്ടി അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് അവിടെ പിന്നീട് ഒരു വേക്കൻസി വരും. അങ്ങനെ വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങളെ അതിലേക്ക് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ആ സ്കൂളിൽ നിന്ന് അവർ കോൺടാക്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് ആ ഒരു സ്കൂളിലേക്ക്, നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സ്കൂളിലേക്ക് വിളിച്ച് ചോദിക്കുക. അപ്പോൾ അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടോ, വന്നാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളോട് വരാനായിട്ട് പറയും, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ. അപ്പോൾ ഹയർ സെക്കൻഡറി പോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടായിരിക്കുന്നതല്ല, വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വേക്കൻസിയുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 23, അതായത് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ചൊവ്വാഴ്ച വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷനിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും അതുപോലെ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച ശേഷം നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ്, ആ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അതത് സ്കൂളുകൾ അതായത് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്കും വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളെയും സ്കൂളിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ നമ്പറിൽ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഏത് നമ്പറാണ് കൊടുത്തത് ആ ഒരു നമ്പറിൽ നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ അതിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നിശ്ചിത ആ ഒരു സമയത്തിനുള്ളിൽ, അതായത് ഏകദേശം അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സമയം വരുമ്പോൾ അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാത്തവർക്കും അവസരം ലഭിക്കുന്നതാണ്. ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വല്ല തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും, അതുപോലെ പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം അത് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്കും വേക്കൻസി ഉള്ള സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വയ്ക്കുകയും അതുപോലെ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ 23-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേക്കൻസി നോക്കിയിട്ട് സ്കൂളിൽ വിളിച്ച് ചോദിക്കുക അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.